നല്ല അടിപൊളി വെയിലുള്ളൊരു ദിവസമാണ്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ സോളാർ പാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു 2 സോളാർ പമ്പുകളുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഒരെണ്ണം മേളിൽ വെച്ച് വർക്ക് ചെയ്യുന്നതും ഒരെണ്ണം വെള്ളത്തിലിട്ട് വർക്ക് ചെയ്യുന്നതും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കറണ്ട് എത്താത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്, തുണ്ടത്തിലെ ഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ 2 മോഡലുകൾ എന്ന് പറഞ്ഞാൽ. ഒന്ന് മേളിൽ വെച്ച് വർക്ക് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് മേളിൽ വെച്ച് വർക്ക് ചെയ്യുന്നത് ആവശ്യം വരാറുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് ഈസി ആയിട്ട് വെള്ളത്തിലിടുന്നതാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പല സ്ഥലങ്ങളനുസരിച്ച് ആൾക്കാരുടെ പ്രിഫറൻസ് ആണ്. എന്താണെങ്കിലും ഇത് രണ്ടും നമുക്ക് സിംഗിൾ പാനൽ, ഏകദേശം നമുക്ക് ഇന്നുള്ളത് 535 വാട്ട്സ് വരുന്ന 2 പാനലാണ്. അതിൽ നിന്ന് ഒരൊറ്റ പാനലിൽ നിന്നായിരിക്കും നമുക്ക് കണക്ഷൻ കൊടുക്കുക. ഈ പാനൽ നിലവിൽ നമ്മുടെ ഷോപ്പിലേക്കുള്ള ഇൻവെർട്ടറിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് 2 എണ്ണം ഇരിക്കുന്നത്. എന്തായാലും അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടാണ് നമ്മുടെ കണക്ഷൻസ് കൊടുക്കുക. നമുക്ക് ആദ്യം മേളിൽ വയ്ക്കുന്ന പമ്പ് നോക്കാം. ഇതിപ്പോൾ 24 വോൾട്ട് 350 വാട്ട്സ് വരുന്നൊരു മോഡലാണ്. ഇതിന് വലിയും തള്ളനോടും കൂടി മാക്സിമം നമുക്ക് കിട്ടുക 12 മീറ്ററാണ്. മാക്സിമം 7 മീറ്റർ വരെ ആഴത്തിൽ നിന്ന് വലിക്കും. ഇതിന് ഫുഡ് വാൽവ് ആവശ്യമില്ല. ഇത് സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. ഫുഡ് വാൽവ് ഇല്ലാതെ തന്നെ ഇത് പ്രൈം ചെയ്യുക. അത് ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മോട്ടറിലേക്കുള്ള പ്ലംബിങ്ങിൻ്റെ കണക്ഷൻസൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത് എയർ ടൈറ്റായിട്ട് നമ്മുടെ സാധാരണ മേളിൽ വയ്ക്കുന്ന മോട്ടർ ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ജോയിൻസ് എല്ലാം എയർ ടൈറ്റായിട്ട് നന്നായിട്ട് ടഫ്ലോണും ഷെല്ലാക്കൊക്കെ വെച്ച് വേണം പിടിപ്പിക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ ടഫ്ലോൺ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പൈപ്പിന് ചെറിയൊരു നീളക്കുറവുള്ളതുകൊണ്ട് ഞാൻ അതൊരു സെപ്പറേറ്റ് ഒരു ജോയിൻറ്റ് കൊടുത്ത് താഴേക്ക് നമ്മുടെ ടാങ്കിൽ വരെ എത്താൻ പാകത്തിനാക്കി. എന്ത് ജോയിൻറ്റ് വന്നാലും പ്രത്യേകിച്ച് സെക്ഷനിൽ ഒരു രീതിയിലുള്ള ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. ഒരു പിൻ ഹോൾ ലീക്ക് ഉണ്ടെങ്കിൽ പോലും വെള്ളം എടുക്കില്ല. ചുമ്മാ പ്രൈം ചെയ്ത് അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഡെലിവറി സൈഡിലേക്ക് നമ്മളൊരു വാൽവ് വെച്ചു, ഒരു ഗേജ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തായാലും ഗേജിൽ എന്തെങ്കിലും റീഡിങ് കിട്ടുമോ നോക്കാം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞാൽ ഫുഡ് വാൽവ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കി സാധനം സെറ്റ് ചെയ്തു. ഇത്രയുള്ളൂ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ. സെക്ഷൻ പൈപ്പ് കൊടുത്തു, ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ഗേജ് നമ്മൾ വേറെ ആവശ്യത്തിന് ഉണ്ടാക്കിയ പൈപ്പ് ആയതുകൊണ്ടാണ് ഗേജ് മേലോട്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കാം റീഡിങ് കാണാൻ പറ്റുമോ നോക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നിലവിൽ 2 സോളാർ പാനൽ നമ്മളത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമുക്കിതിൻ്റെ കണക്ഷൻ അഴിക്കണം. ഇപ്പോൾ 2 എണ്ണം എന്നുള്ളത് നമ്മൾ വിടിയിച്ചിട്ട് ഒറ്റ പാനലിൽ നിന്നുള്ള കണക്ഷൻസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ 2 പാനൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ കാണുന്ന സിംഗിൾ പാനലിൽ നിന്നാണ് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻസ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ എൻഡിൽ നമ്മൾ ഓൾറെഡി ഒരു ഐസൊലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അടുത്ത സോളാർ പാനലിൽ നിന്ന് വരുന്ന കണക്ഷൻ്റെ എൻഡിൽ ഞാനൊരു ഐസൊലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2 പോൾ ഐസൊലേറ്ററാണ്. ആദ്യം നമുക്കിപ്പോൾ സിംഗിൾ പാനലിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിൽ നമുക്ക് സിംഗിൾ പാനലിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 44 വോൾട്ടിനടുത്ത് നമുക്ക് സപ്ലൈ വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻസ് ഇതിലേക്ക് കൊടുക്കുക. നമുക്ക് ഈ ഐസൊലേറ്റർ വഴി ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയും ചെയ്യാം. കാരണം ഇതിന് ഓൾറെഡി ഉള്ള ബോർഡ് ഇതിൻ്റെ അടിയിൽ തന്നെ വരുന്നുണ്ട്, ഇൻറ്റേർണൽ ബോർഡ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്ന ആകെ 2 വയറുകളെ പുറത്തേക്ക് വരുന്നുള്ളൂ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. അതിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓടി തുടങ്ങും. ഓടിക്കുന്നതിന് മുന്നേ നമ്മൾ പ്രൈം ചെയ്യണം. പ്രൈം ചെയ്യാനായിട്ടുള്ള വെള്ളം പമ്പിൽ ഒഴിക്കണം. പമ്പ് നിറച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കയറി വരുന്ന ഡിലേയിൽ നമ്മുടെ സീല് കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഈ പമ്പിൽ വെള്ളം ഒഴിക്കാനുണ്ട്. ഇതിൽ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് പമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസിറ്റീവ് വയർ കൊടുത്തു, നെഗറ്റീവ് കൊടുക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവും തിരിച്ച് കൊടുക്കരുത്. തിരിച്ച് കൊടുത്താൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് വർക്കാവില്ല. വേറെ ബോർഡ് കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ വർക്കാവില്ല. ഓക്കെ, ഇനി നമുക്ക് പ്രൈം ചെയ്യാനുള്ള വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം പമ്പിൽ നിറയ്ക്കുകയാണ്. നമുക്ക് ആകെ ഈ പമ്പ് മാത്രമേ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതിൽ ഓൾറെഡി ഇവിടെ സെക്ഷൻ സൈഡിലൊരു നോൺ റിട്ടേൺ വാൽവുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒരിക്കലും തിരിച്ചിറങ്ങി പോവില്ല. നമ്മുടെ ഫുഡ് വാൽ ടൈപ്പ് മോട്ടറുള്ള നമ്മുടെ സെക്ഷൻ പൈപ്പ് മൊത്തം ഒഴിച്ച് നിറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞു, നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഒരു സൗണ്ട് കേട്ടു, നമ്മുടെ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈമിങ് ഡിലേ ഉണ്ട്. അതായത് ഇത് സെക്ഷൻ എടുത്ത് പമ്പ് നിറഞ്ഞ് വരാനായിട്ട് ഡിലേ ഉണ്ട്. വെള്ളം പോകുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഒരു ചെറിയ സെക്ഷൻ ആയതുകൊണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് സമയം പോലും എടുത്തില്ല. അതിന് താഴെ സമയം കൊണ്ട് ഇത് സെക്ഷൻ എടുത്ത് ഓൾറെഡി പമ്പ് വർക്ക് ചെയ്ത് തുടങ്ങി. നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 8.2 ആംപിയർ DC ആംപിയറാണ് നിലവിൽ നമ്മുടെ സോളാർ പാനലിൻ്റെ ലൈനിൽ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസ്ചാർജ് ഉണ്ട്. എത്രത്തോളം നമ്മുടെ വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ അത് നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് പ്രാക്ടിക്കലി എത്രയെല്ലാം ഹെഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 1 മീറ്ററിന് മേലെ നമുക്ക് സെക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ഹെഡിൽ നിന്ന് 1 മീറ്റർ ഓൾറെഡി പോയി. അപ്പോൾ ഒരു 12 മീറ്ററാണ് ഷട്ട് ഓഫ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു 10 മീറ്ററാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഹെഡെന്ന് നമുക്ക് പറയാവുന്നത്. നമുക്ക് ആദ്യം പയ്യൊന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഇതൊരു നിലവിലൊരു 5 മീറ്റർ 0.5 ബാറിലേക്ക് 5 മീറ്റർ ഹെഡിലുള്ള ഡിസ്ചാർജാണ് നമ്മളിപ്പോൾ കാണുന്നത്. തരക്കേടില്ലാത്ത അത്യാവശ്യം ഒരു നല്ല ഡിസ്ചാർജ് തന്നെ നമുക്ക് ഈ ഒരു ഹെഡിലും കിട്ടുന്നുണ്ട്.
ഇനി നമുക്ക് കുറച്ചുകൂടെ ലോഡ് ചെയ്ത് നോക്കാം. പതിയൊന്ന് ലോഡ് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മീറ്റർ വരെ ഹെഡിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴും 7 മീറ്ററിന് ഇതിൽ ഗേജിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൻ 1 മീറ്ററോടും കൂട്ടി ഏകദേശം 8 മീറ്റർ ഹെഡിലാണ് ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 8 മീറ്ററിൽ ആക്ച്വൽ ഹെഡിൽ കിട്ടുന്ന ഒരു ഡിസ്ചാർജാണ് ഈ കാണുന്നത്. നമുക്കൊന്ന് പയ്യെ കുറച്ചുകൂടെ ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഇതിലൊരു 8 മീറ്റർ എന്ന് പറഞ്ഞാൽ സെക്ഷനോടും കൂട്ടി 9 മീറ്ററിലെത്തുമ്പോൾ വെള്ളം തീരെ കുറഞ്ഞു. 10 മീറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് തീരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇതൊരു പ്രാക്ടിക്കൽ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മീറ്റർ വരെയുള്ള സെക്ഷൻ പ്ലസ് ഡെലിവറി, ഒരു 7 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യും. അതിൽ കൂടുതലൊരു ഹെഡ് കൊടുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇത് ഒരു പമ്പിനുള്ള കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോട്ടർ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മാക്സിമം ഹെഡ് 12 മീറ്ററിൽ ഷട്ട് ഓഫാണ്. സെക്ഷൻ ഡെലിവറിയോടും കൂടി നമുക്കിതിൽ മാക്സിമം ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 10 മീറ്ററാണ്. ആവറേജ് ഒരു 7 മീറ്റർ 8 മീറ്ററിൻ്റെ മേലോട്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അത്രയും വളരെ ചെറിയ ഡിസ്ചാർജാണ് ഇതിൽ കിട്ടുള്ളൂ. ഇതാണ് ഏകദേശം ഒരു 8 മീറ്ററിലൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടുന്ന ഡിസ്ചാർജ്. ഇതിന് മേലോട്ട് ഇത് ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. അതായത് സെക്ഷൻ പ്ലസ് ഡെലിവറി 8 മീറ്റർ വരെയുള്ള സൈറ്റ് ഹെഡുകളിൽ നിങ്ങൾക്കിത് ഓക്കെയാണ്. ഇതിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് 15,500 രൂപയാണ്. ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന വെള്ളത്തിലിടുന്ന പമ്പിൻ്റെയും ഏകദേശം അതേ പ്രൈസ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ രണ്ടും സിംഗിൾ പാനലിൽ നിന്നാണ്. 2 മോട്ടറിനും ഏകദേശം സെയിം പ്രൈസാണ്. നിങ്ങൾക്കൊരു സോളാർ പാനൽ അഡീഷണലായിട്ട് വാങ്ങുമ്പോൾ ഇതേപോലത്തെ ഒരു സോളാർ പാനലിന് മാത്രം നിലവിലത്തെ പ്രൈസ് ഏകദേശം 13,000 വരും. ഇതൊരു ചീപ്പായിട്ടുള്ള ഓപ്ഷനല്ല. കറണ്ട് എത്താത്ത സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പ്രിഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ മോട്ടറിൻ്റെ ടെസ്റ്റിംഗ് ആണ്. ഇത് സബ്മേഴ്സിബിൾ ടൈപ്പാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് 1.5 ഇഞ്ച് ഡെലിവറി സൈസും ഏകദേശം 5000 ലിറ്ററിൻ്റെ അടുത്ത് തന്നെ ഡിസ്ചാർജ്, മറ്റേതിൻ്റെ അടുത്ത് തന്നെ ഡിസ്ചാർജ് വരുന്നത്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 15,500 രൂപ തന്നെയാണ് ഈ മോഡലിന് വരുന്നുള്ളെങ്കിലും ഇതിൻ്റെ കൂടെ ഒരു സ്മാർട്ട് കൺട്രോളർ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ലോ വോൾട്ടേജ് കണ്ടീഷൻസിലും ഇതിന് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കിണറിൽ വെള്ളം തീർന്നാൽ ഒരു പ്രോബ് കിണറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം തീർന്നാൽ ഓഫാവും. നിങ്ങൾക്ക് തനിയെ ടാങ്ക് നിറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്ലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി സ്മാർട്ട് കൺട്രോളറാണ്. ഇതിൽ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് അറിയാം, മോട്ടർ എടുക്കുന്ന ആംബിയർ അറിയാം, RPM അറിയാം, ഇതിൻ്റെ വാട്ട്സ് അറിയാം, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇതിലറിയാൻ പറ്റും. കണക്ഷൻ കൊടുക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുമെങ്കിൽ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ 3 വയറുകൾ നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്നുണ്ട്. UVW മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് 3 എണ്ണം കൊടുക്കുക. നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. അത്രയുള്ള പരിപാടി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മോട്ടറിൽ നിന്നുള്ള 1.5 ഇഞ്ച് നമ്മൾ നിലവിലെ 1 ഇഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്തേക്കാണ്. എന്നാലാണ് നമുക്ക് ഗേജിലുള്ള അതിൻ്റെ റീഡിങ് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ചെറുതായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐസൊലേറ്ററിൽ നിന്ന്, അതായത് സോളാറിൽ നിന്നുള്ള പോസിറ്റീവും നെഗറ്റീവും നിലവിൽ ഈ ഐസൊലേറ്ററിലാണ് വന്നേക്കുന്നത്. ഐസൊലേറ്ററിൽ നിന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ കൺട്രോളറിൽ പോയി. കൺട്രോളറിൽ നിന്നുള്ള 3 വയർ നേരെ മോട്ടറിലേക്കും പോയി. ഇനി നമുക്ക് ഐസൊലേറ്റർ വഴി ഇത് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സപ്ലൈ മാത്രം ഓൺ ചെയ്താൽ മതി. സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളർ ഓൺ ആവും. കൺട്രോളർ എല്ലാ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്യും. അതിൽ വോൾട്ടേജും ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്ത് തുടങ്ങും. ഇതാ, ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു ബെറ്റർ വേർഷൻ എന്ന് പറയാവുന്ന ഒരു മോഡലാണ്. മറ്റേ നമ്മുടെ മേളിൽ വയ്ക്കുന്ന പമ്പുകളേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലാണിത്. ഞാൻ പറഞ്ഞ പോലെ ഈ മോഡൽ മറ്റേതിനേക്കാൾ കുറച്ചുകൂടെയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മോഡലാണെന്ന് പറയാം. കാരണം ഇതിൽ ഒരുപാട് നമുക്ക് ഇതിന് വേണ്ട പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളൊക്കെ ആ പാനലിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ പാനലിൻ്റെ ഇത് കാണിച്ചു തരാം. അതേപോലെ ഇതിൻ്റെ പെർഫോമൻസും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് ഏകദേശം ഇപ്പോൾ ഒരു 5 മീറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് അതിന് കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ലോഡ് ചെയ്യാം. ഏകദേശം ഒരു 8 മീറ്ററിലേക്ക് വരുമ്പോൾ ഉള്ള ഡിസ്ചാർജാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8-9 മീറ്റർ വരെയുള്ള ഹെഡിലും അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 10 മീറ്ററിലേക്കുള്ള ഡിസ്ചാർജാണ് കാണുന്നത്. 10-ന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്ചാർജ് തീരെ കുറവാണ്. കാരണം ഇതൊരു 12 മീറ്ററിലേക്ക് എത്താൻ നേരത്തെ ഇതിൻ്റെ ഡിസ്ചാർജ് വളരെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി ഒരു 12 മീറ്റർ വരെ അതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. 14 എന്ന് പറയുന്നുണ്ടെങ്കിലും 12 മീറ്റർ വരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മോഡലാണ്. ഇത് എക്സ്റ്റേണൽ കൺട്രോളർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂളിംഗ് മെക്കാനിസം ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം അതിൻ്റെ ഹീറ്റ് സിങ്കും കാര്യങ്ങൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഈ കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണിച്ചു തരാം.
നിങ്ങൾ ഈ കൺട്രോളർ ശ്രദ്ധിച്ചറിയാം, ഇതിലിപ്പോൾ നിലവിൽ കാണിക്കുന്നത് ഈ മോട്ടറിൻ്റെ RPM ആണ്. ഏകദേശം 2200 2100 RPMത്തിലാണത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് RPM ഇനിയും 2900 3000 RPM വരെ നമുക്കതിൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു മോഡലാണിത്. രണ്ടാമത്തത് ഇതിൻ്റെ വോൾട്ടേജാണ്. നിലവിൽ സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് 31.4 ആണ്. നമ്മുടെ ലോഡിന് ശേഷം ആംബിയർ 5.3 വാട്ട്സ് 164 എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സോളാർ പാനലിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല രീതിയിൽ നമ്മുടെ മോട്ടർ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് തീരെ തീരെ ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് തീരെ കറണ്ട് എത്താത്ത സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള മോഡലുകൾ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ കൃഷി കാര്യങ്ങളൊക്കെ നനയ്ക്കാം. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതായത് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് KCB കറണ്ട് ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ചിലർ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ചോദിക്കുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ മോട്ടറിനും കൺട്രോളറിനും മാത്രം ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 15,500 ആണ്. പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു 6 മാസമോ 8 മാസമോ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും. ആ ഒരു സമയം എത്തുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് മാറിയിട്ടുണ്ടാവും. നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ഡേറ്റ് അനുസരിച്ച് ഇതിന് 15,500 റേറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ സോളാർ പാനലിന് നിലവിലത്തെ പ്രൈസ് അനുസരിച്ച് ഏകദേശം 13,000 രൂപയോളം നമുക്ക് 550 വാട്ട്സിൻ്റെയൊക്കെ പാനലിൻ്റെ റേറ്റും വരുന്നുണ്ട്. ഇനി ടോട്ടലായിട്ട് ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ കേബിള് കണക്റ്റേഴ്സ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് ബോക്സ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഒരു പാനൽ വെച്ചിട്ട് നിങ്ങൾ ഏത് മോട്ടർ എടുത്താലും അപ്രോക്സിമേറ്റ് നിങ്ങളുടെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ പോലെ ഒരു 40 മുതൽ 45,000 രൂപ വരെ ആവറേജ് കോസ്റ്റ് വരും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് വെക്കാം. നിങ്ങൾക്ക് KCB പോയി ഇതൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ പോസ്റ്റ് ഇടേണ്ട സ്ഥലങ്ങളിൽ പോസ്റ്റ് അതേപോലെയുള്ള കാര്യങ്ങളോ കോംപ്ലിക്കേഷനോ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ഥലത്തൂടെയാണ് നിങ്ങളുടെ പോസ്റ്റ് എത്തേണ്ടത്, അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കറണ്ട് എത്താതെ വർക്ക് ചെയ്യുന്ന ഇത് മാത്രമല്ല ഇതിന് പറ്റുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട്. ഹെഡ് കൂടിയത് ഹെഡ് കുറഞ്ഞത് ഏകദേശം 350 മീറ്റർ വരെ ഉയരത്തിൽ തള്ളുന്ന മോഡലുകൾ നിലവിൽ സോളാറിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മോട്ടോർ രംഗത്ത് ഇതേപോലെയുള്ള കൂടുതൽ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാനും ഞങ്ങളുടെ കൂടുതൽ എക്സ്പീരിയൻസും വീഡിയോസെല്ലാം കാണാനായിട്ട് ഞങ്ങളുടെ തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.